ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ കോട്ടയം ടൗൺ വരെ വന്നതാണേ. നല്ല മുഴുത്ത നാരങ്ങ ഇരിക്കുന്നു. അപ്പോൾ വെള്ളം പിഴിയാനായിട്ട് കുറച്ച് വാങ്ങിയിട്ട് നോക്കുമ്പോൾ സ്നേഹസ്പർശം അച്ചായൻസ് ഗോൾഡിൻ്റെ സൗജന്യ ഉച്ചഭക്ഷണത്തിരക്കാണ് ഈ കാണുന്നത്. നമ്മൾ കോക്ടെയിലിന് കൂട് വാങ്ങാൻ ഇറങ്ങിയതാണ്. നമ്മളപ്പോൾ അവിടെ എത്തി. അങ്ങനെ ചാടിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴുക്കളൊക്കെ ഇട്ടുള്ള കുഞ്ഞു കിളികളെ കണ്ട നല്ല രസമുണ്ടല്ലേ. ഒരു പാവത്താൻ ഇരിക്കുന്നതുണ്ട് സൈഡിൽ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് നോക്കി പിങ്ക് കളർ കൂടാണ് സെലക്ട് ചെയ്തത്. ഇനിയിപ്പം അതിന് മുട്ടയിടാനുള്ള ബോക്സും കൂടെ വാങ്ങണം. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മുട്ട ബോക്സ് വാങ്ങി അത് ആ കൂടിന് കറക്റ്റാണോ എന്നെല്ലാം വെച്ച് നോക്കി. അങ്ങനെ കണവനാക്കും കുറച്ച് തീറ്റയും കൂടെ ഒക്കെ വാങ്ങി. അപ്പോൾ ഗൈസ് കൈ നോക്കാൻ പോവാണ്. ഒരു തത്തയും കൂടെ കിട്ടിയാൽ ഓക്കെ ആയി. അങ്ങനെ കോട്ടയം സ്റ്റാൻഡിൽ നിന്ന് ഒരാളെ കൂടെ കിട്ടിയിട്ടുണ്ട്. എക്സാം ഒക്കെ അല്ലേ, അതിൻ്റെ ചർച്ചയാണ് നടക്കുന്നത്. അങ്ങനെ ഗൈസ് ഞാൻ ബസ്സിൽ കയറി ഏറ്റവും ലാസ്റ്റ് സീറ്റ് പിടിച്ച് കൂടൊക്കെ സെറ്റാക്കി വെച്ചു. ചേട്ടൻ കയറിയതേ എന്നോട് ചോദിച്ചു, ആരുടെ ഈ പട്ടിക്കൂടെന്ന്. ഞാൻ പറഞ്ഞു പട്ടിക്കൂടൊന്നും അല്ല, അതിൻ്റെ കിളിക്കൂടാന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അത് ശ്രദ്ധിച്ചോണം, ആരുടെയും യാത്രക്കാരുടെ ദേഹത്ത് വീഴാതെ സൂക്ഷിച്ചോണം എന്നൊക്കെ പറഞ്ഞു. ബസ്സിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ചാറ്റമഴയൊക്കെ ആയിട്ട് സൈഡ് സീറ്റിലൊക്കെ ഇരുന്ന് പോകാൻ എന്താ രസമല്ലേ. സൈഡ് സീറ്റും കിട്ടിയിട്ടില്ല, മഴയില്ല, നട്ടുച്ചയ്ക്ക് പൊക്കോണ്ടിരിക്കുവാണ്. ബസ്സിലുള്ളവരൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അവരും ചിന്തിക്കുന്ന പട്ടിക്കൂടാന്നായിരിക്കും. എന്നെ ഇടയ്ക്ക് ഇറക്കി വിടുമെന്നൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇറക്കി വിടുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങി. ഗൈസ് നമ്മുടെ ബസ് സ്റ്റോപ്പിലിരിക്കുക, ബൈക്ക് കൊണ്ട് ഇവിടെ വെച്ചിട്ടാണ് പോയത്. അങ്ങനെ കണ്ണനെ കൊണ്ട് വിട്ടിട്ട് അവിടെ നിന്ന് എന്നെയും കൂടിനെയൊക്കെ ആയിട്ട് ഇവിടെ കൊണ്ട് അടുത്ത വെയിറ്റ് ഷെഡിൽ കൊണ്ട് ഇരുത്തിയേക്കുവാണ്. കൊച്ചിൻ്റെ വണ്ടി വരുന്ന ഇവിടെ. അവനോടെ കൂട്ടിക്കൊണ്ട് കയറി പോയേക്കുവാണെങ്കിൽ ഇന്നിനിപ്പോൾ ഒന്നിനും ഇറങ്ങണ്ട. അങ്ങനെ അവൻ്റെ ബസ് വന്നു. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. ഫ്രഷ് ലൈം മാത്രമാണ് കുടിച്ചത്. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം കഴിക്കാൻ. അതുപോലെ വിശന്ന് ചത്താ വന്നേക്കുന്നത്. തോരനുണ്ട്, ഓമയ്ക്ക തോരൻ, മോര്, മീൻ വറുത്തത്. ഡ്രസ്സൊന്നും മാറിയില്ല ഗൈസ്. ആക്രാന്തമായിരുന്നു. കറി ഇരുന്ന് പാത്രത്തിലോട്ട് തന്നെ ചോറ് ഇട്ട് വാരി കഴിച്ചോണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ കൂടെ എല്ലാം സെറ്റാക്കിയത് രണ്ടുപേരെ അതിൻ്റെ അകത്തോട്ട് ആക്കിയിട്ടുണ്ടോ. ഇരിക്കുന്നുണ്ടോ രണ്ടുപേരും. എന്താ വെയിറ്റ് എന്ന് നോക്കി. എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുട്ടൂസനെ നോക്കണം. കണ്ടോ ചീറ്റുന്നുണ്ടോ? നിനക്കോന്ന് ചോദിച്ചു, നിനക്കോന്ന് ചോദിച്ചു കുട്ടൂശ. നമ്മുടെ കുട്ടൂശിനെ കാണാവോന്ന് ചോദിച്ചു. ആ ഒറ്റ നോക്കടാ. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴത്തേന് അവൻ കയറി കൂടിൻ്റെ അകത്തൊക്കെ നോക്കാനൊക്കെ തുടങ്ങി. കയറി ഇറങ്ങിയിരിക്കാനൊക്കെ തുടങ്ങി. ആദ്യം വാതുക്കെ കയറി ഇരുന്നിട്ട് അകമെല്ലാം നോക്കുവോ, പേടിയുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് അവനകത്തോട്ട് ഇറങ്ങിയത്. അകത്തിരുന്നോണ്ട് അവൻ്റെ നോട്ടം നോക്കിക്കേ. ഇനിയിപ്പം ഇനി ഇറങ്ങിപ്പോരും എല്ലാം നോക്കിയിട്ടേ. ഉണ്ടോ, ഇറങ്ങി വന്ന് വാതുക്കെ ഇരിക്കുക. ഇവർ ചില സമയത്ത് ഭയങ്കരമായിട്ട് കാറി ബഹളം വെക്കുമ്പോൾ കുട്ടൂസ് ഇതുപോലെ വന്ന് നോക്കും. നോക്കിയോ കുഴപ്പമൊന്നും ഇല്ല, എന്നാൽ പോയേക്കാന്ന് പറഞ്ഞാൽ ദാണ്ടവൻ പോകുന്നു. അവളിപ്പോൾ കയറുമെന്ന് പറഞ്ഞ് കുറേ നോക്കി നടന്നു. ഇവിടെ അവളതിൻ്റെ വാതൊക്കെ ചെല്ലും, ഇങ്ങനെ എത്തി നോക്കും, പോവും. ഇത് തന്നെ അവനപ്പോൾ വന്ന് കൊത്തൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരി ഗായ്സ്, ഇവളൊന്ന് കൂട്ടി കയറുമൊന്നും ഇല്ല. അതുകൂടെ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാൽ നടക്കത്തില്ല.